നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് പ്രേത അനുഭവ കഥയാണ്. പ്രേതങ്ങളെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. ഒരുപാട് പേര് നേരിട്ട് വിളിച്ചിട്ടും മെസ്സേജ് വഴിയൊക്കെ ഒരുപാട് പേര് പ്രേതത്തിനെ കുറിച്ചൊക്കെ അറിയാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടി അധികമായും ഈ പ്രേത സംഭവങ്ങളെക്കുറിച്ച് പറയുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് ഈ പ്രേത ബാധകളെ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ പോകുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ആയിരക്കണക്കിന് അനുഭവങ്ങൾ, പറഞ്ഞാൽ വിശ്വസിക്കാത്ത വിധത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ, അതെല്ലാം ഞാൻ കഥാരൂപേണ അവതരിപ്പിച്ചുകൊണ്ടിരിക്കണം. എല്ലാം അവതരിപ്പിക്കാൻ പറ്റില്ല, കാരണം പൊതുവേദിയിൽ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള അനുഭവങ്ങൾ പോലും ഇങ്ങനെ പ്രേതം വന്നിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല, അല്ലാതെ പറയാം. സാധാരണഗതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാനിത് കഥാരൂപേണ അവതരിപ്പിക്കുന്നുണ്ട്. പ്രേതത്തിനെ കുറിച്ചറിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു, എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വാസ്തുവിനെയും അല്ലെങ്കിൽ ജ്യോതിഷത്തെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ കാണണം. അതുപോലെ തന്നെ രണ്ടാമത് ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഗുരുവര എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ചാനലിൽ നിങ്ങൾ കണ്ട് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ എനിക്ക് തരികയും വേണം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പ്രേതാനുഭവങ്ങൾ പല വിധത്തിലാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഭയപ്പെടുമ്പോഴാണ് ഇത് നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു സംഭവത്തിൽ പ്രതീക്ഷിക്കാതെ ഒരു ഞെട്ടൽ നമ്മളിലേക്ക് വന്നു പോയാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ആ സമയത്തിനാണ് ഇതുപോലുള്ള നെഗറ്റീവുകൾ, പ്രേതങ്ങൾ എന്ന് പറഞ്ഞ ആത്മാക്കൾ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. ആ പ്രേതം എന്ന് വെച്ചാൽ അത് ആത്മാക്കളാണ്, മരിച്ചുപോയ ദുർമരണപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ ആത്മാക്കൾ. അതും മോക്ഷപ്രാപ്തി കിട്ടാത്ത, ഇപ്പം ദുർമരണപ്പെട്ടാലും അവർക്ക് മോക്ഷപ്രാപ്തി കർമ്മങ്ങൾ കൃത്യമായി ചെയ്തു കൊടുത്താൽ അവരൊന്നും പ്രേതങ്ങളല്ല, അവരെല്ലാം പിതൃക്കളായി ശുദ്ധാത്മാക്കളായി അത് പിതൃലോകത്തേക്ക് പോകുന്നു. ഇല്ലാതെ ഈ മോക്ഷപ്രാപ്തി ഒന്നും കിട്ടാതെ നടക്കുന്നവരാണ് അലഞ്ഞു തിരിഞ്ഞ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഇതിങ്ങനെ പ്രേതങ്ങളായി വരുന്നു. അതിനൊരു ശരീരം വേണം. അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോലുള്ള ആരെങ്കിലും സന്ദർഭവശാൽ അതിനൊരവസരം വന്നാൽ അത് കയറും. അതിൽ പ്രധാനം എങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്, അതിൽ പ്രധാനം നമ്മൾ ഭയപ്പെട്ടു പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ അർദ്ധരാത്രിയെ നമ്മളിങ്ങനെ ഈ പേടിപ്പെടുത്തുന്ന സ്ഥലത്തൂടെ പോവുകയോ അല്ലെങ്കിൽ ശബ്ദം കേട്ടാൽ നമ്മൾ തിരിഞ്ഞു നോക്കി പേടിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യരുത്. നമ്മൾ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോയാൽ, മനോധൈര്യത്തോട് മുന്നോട്ട് പോയാൽ ഇതിനൊരിക്കലും നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെ മനോധൈര്യം കിട്ടും? ഇതിനെക്കുറിച്ച് നമ്മൾ അറിയുക. ഇത് വളരെ നിസ്സാരമാണ്. നമ്മുടെ ഉള്ളിലേക്ക് കയറിയാൽ മാത്രമേ ഇത് നമുക്ക് ഒരു മോശമായ അവസ്ഥ ഉണ്ടാക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഇതൊരിക്കലും നമുക്ക് ഒരു അപകടകാരിയേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഭയപ്പെട്ടാലാണ് ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ വന്നു പോയിട്ടുള്ള ഒരു പ്രേത അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇതൊരു കുറേ നല്ല സാമ്പത്തികമുള്ളൊരു വീട്ടിലെ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഒരു കല്യാണ ആലോചന വരുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടിലെന്ന് വെച്ചാൽ അവർ നല്ല സാമ്പത്തികമുള്ളവരാണ്, ഒരുപാട് സമ്പത്തുള്ളവരാണ്. പക്ഷെ പെൺകുട്ടി എന്ന് പറയുമ്പോൾ പെൺകുട്ടിയുടെ നിറമാണ് അവിടെ പ്രശ്നമായത്. നിറമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഈ കറുപ്പുമല്ല വെളുപ്പുമല്ലാത്ത ഒരു മാനിറം എന്നൊക്കെ പറയും. പക്ഷെ അത് വെളുപ്പല്ല, എന്നാൽ പൂർണ്ണമായും കറുപ്പല്ല എന്നൊരു അവസ്ഥയിലേക്ക്. അപ്പം ശരിക്കും പറഞ്ഞാൽ കറുത്ത പെൺകുട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് സൗന്ദര്യത്തിനൊരു കുറവും ഉള്ളതൊന്നുമല്ല, നിറം അങ്ങനെ ആയിപ്പോയതെന്നേ ഉള്ളൂ. പക്ഷെ ആ നിറം അത് ഇഷ്ടപ്പെടാതെ വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും എന്താണെന്നുള്ള കാര്യം. ഈ കല്യാണം ആലോചിച്ച് വന്ന പയ്യൻ എന്ന് വെച്ചാൽ നല്ല വിദ്യാഭ്യാസമുള്ളതാണ്, സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നോക്കമാണ്, എങ്ങനെയൊക്കെ പഠിച്ചു, നല്ല വിദ്യാഭ്യാസം. അതായത് ആരെങ്കിലും കുറച്ച് സമ്പത്തൊക്കെ ഉള്ളവർ ഒന്ന് ശ്രമിച്ചാൽ അവന് നല്ല ഉന്നതമായിട്ടുള്ള പദവിയിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, അതും വിദേശത്ത്. അത്രയും നല്ലൊരു കോഴ്സാണ് അവൻ പഠിച്ചത്. പക്ഷെ അവൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ആ ഞാൻ ശരീരത്തെ നിറത്തെക്കുറിച്ച് ആക്ഷേപിച്ചോ ഒന്നും പറയുന്നതല്ല, ഈ സന്ദർഭത്തിൽ അത് പറഞ്ഞേ പറ്റൂ, അതുകൊണ്ട് പറയുകയാണ്. എന്തുകൊണ്ട് ഇതിങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ഈ കറുപ്പിനെ കുറിച്ചും വെളുപ്പിനെ കുറിച്ചും കൂടി എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ. ആ പയ്യൻ്റെ വീട്ടുകാരെന്ന് പറയുമ്പോൾ ഈ നമ്മൾ പറയുമല്ലോ, ഈ വിരലുകൊണ്ട് തൊട്ടാൽ ചോര തെറിക്കും എന്ന് പറയും. അങ്ങനത്തെ ചില നിറമുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ ശരീരത്തിൻ്റെ നിറം മാത്രമാണ് കേട്ടോ, മനസ്സിൻ്റെ നിറത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് പിന്നീട് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ നല്ല വെളുത്ത് തുടുത്തിരിക്കുന്ന
കുടുംബക്കാരാണ് അവർ. പക്ഷെ സാമ്പത്തികമില്ല. എന്നാലും പയ്യൻ നന്നായിട്ട് പഠിച്ചു, നല്ല വിദ്യാഭ്യാസം നേടി. അപ്പം ഈ ഒരു ആലോചന വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ചിന്തിച്ചത്, അവന് നമ്മൾ ഏതെങ്കിലും വിധത്തിൽ, അവർക്ക് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഒരുപാട് വിദേശ ബന്ധങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയാലും അവനെ കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ പറ്റും. സാമ്പത്തികം നമുക്ക് നോക്കണ്ട, കാണാനുമൊക്കെ ഭംഗിയുണ്ട്, അന്വേഷിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് അറിയുന്നു. എന്തായാലും വിവാഹം തീരുമാനിക്കുന്നു, വിവാഹം നടത്തി. അപ്പം ഈ മണ്ഡപത്തിൽ വെച്ചിട്ട് തന്നെ പലർക്കും ഒരു അത്ഭുതം പോലെ തോന്നിപ്പോയി. ഈ പെൺകുട്ടിയുടെ നിറവും ഈ ഈ ചെറുപ്പക്കാരൻ്റെ നിറവുമൊക്കെ ആയിട്ട്. അത് പിന്നീടൊക്കെയാണ് ഇവർ സംസാരമധ്യേ പറയുന്നത് എൻ്റെ അടുത്ത് ഈ വിഷയങ്ങൾ പറയുമ്പോഴത്തേക്കും. അങ്ങനെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ആദ്യമൊന്നും ഒരു കുഴപ്പമില്ല. ഈ നിറത്തെക്കുറിച്ച് സംശയം ചോദിച്ചവരടുത്ത് പോലും വളരെ പരുഷമായ രീതിയിൽ ഈ പെൺകുട്ടി ഈ പയ്യൻ ചെറുപ്പക്കാരൻ്റെ, അതായത് കല്യാണം കഴിച്ച പയ്യൻ്റെ അമ്മയും സഹോദരി, അവർ 4 പേരാണുള്ളത്. അച്ഛൻ, അമ്മ, ഈ കല്യാണം കഴിച്ച പയ്യൻ, അവനൊരു സഹോദരി. അപ്പോൾ ഈ 2 സ്ത്രീകളും അത്രയും ശക്തമായിട്ട് എതിർത്തു. ഞങ്ങൾക്കതൊന്നുമല്ല പ്രശ്നം, സ്നേഹമുള്ളവളാണ്, അങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് തന്നെ നിന്നത്. കുറച്ച് നാളം കൊണ്ട് പോയപ്പോഴത്തേക്ക് പയ്യനൊരു വിദേശത്ത് ജോലി കിട്ടുന്നു. അത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരിശ്രമം കൊണ്ടാണ് മറ്റേതോ വിധത്തിലാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഒരുപാട് വർഷമായതാണിത്. എന്തായാലും അവന് വിദേശത്ത് അവൻ ആഗ്രഹിച്ചതിനേക്കാളും, അല്ലെങ്കിൽ അവന് കിട്ടാമെന്നുള്ളതിനേക്കാളും വലിയ തലത്തിലൊരു ജോലി അവന് കിട്ടുകയാണ്. എന്നാൽ വിദേശത്ത് പോയി, വിദേശത്ത് പോകാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കി കൊടുക്കും, സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇതും ഇവർ തന്നെ, വീട്ടുകാർ തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ അവൻ വിദേശത്ത് പോയി. ശരിക്കും പറഞ്ഞാൽ നല്ല വരുമാനം അവൻ അവിടെ നിന്ന് ഉണ്ടാകുന്നു. ഈ വരുമാനം വന്ന് കുറച്ച് മാസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് യഥാർത്ഥത്തിൽ ഈ വെളുത്ത നിറമുള്ള ആൾക്കാരുടെ ഉള്ളിലുള്ള കറുത്ത മനസ്സിൻ്റെ ആ ഒരു സ്വഭാവം വെളിയിലേക്ക് വന്നത്. പിന്നീട് ഈ പെൺകുട്ടിയെ ഈ അമ്മയും മകളും കൂടി തന്നെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു തുടങ്ങി. എന്തായാലും ഞങ്ങൾക്ക് അന്ന് മനസ്സിലായില്ല നിന്റെ നിറത്തിന് ഇത്രയും വൃത്തികേടുണ്ടെന്ന്, എൻ്റെ മകനും നീയും കൂടെ പോകുമ്പോൾ കരിവിളക്കും നിലവിളക്കും പോലെ ഇരിക്കുന്നു, ഇങ്ങനെ ഉള്ള വിധത്തിലുള്ള ആക്ഷേപങ്ങൾ അവൻ വിളിച്ചിട്ട്, വിദേശത്തിരിക്കുന്നവൻ വിളിച്ചിട്ട് പോലും അവനൊരു താല്പര്യമില്ലാത്ത വിധത്തിൽ സംസാരിക്കുന്നു. ഈ പെൺകുട്ടിക്ക് മനസ്സിലായി ഇവരെല്ലാം കൂടി എന്തോ ഒരു പ്ലാനിങ് ഒപ്പിച്ചിരിക്കുന്നു. ആ പ്ലാനിങ് വേറൊന്നുമല്ല, ഇനി ഈ പെൺകുട്ടി ഇവിടെ വേണ്ട, അവർക്ക് സാമ്പത്തികമായി, അപ്പം അതിന് നല്ല ജോലിയായി, നല്ല വരുമാനം ഉണ്ടാകുന്നു. ഈ വരുമാനമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വെളുത്ത മനുഷ്യരുടെ ഉള്ളിലുള്ള ആ കറുപ്പ് യഥാർത്ഥത്തിൽ പുറത്തു വന്നു. അപ്പോഴത്തേക്കാണ് അവർ ഈ പെൺകുട്ടിയുടെ നിറത്തിനെ കുറിച്ചുമൊക്കെ അവർ ചിന്തിച്ചു തുടങ്ങിയതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതൊരു വല്ലാത്തൊരു അരമന രഹസ്യം, അങ്ങാടിപ്പാട്ട് പോലെ ആയി. ഇവരുടെ ഈ പ്രകടനങ്ങൾ പുറത്തുള്ള പലരും അറിഞ്ഞു. പക്ഷേ ഇത് രഹസ്യമായിട്ടാണ്. രഹസ്യം വെച്ചാൽ ഈ പെൺകുട്ടിയെ നേരിട്ട് ഒരു പീഡനത്തിൽ കൂടി പറഞ്ഞു വിടാതെ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ മുറിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ പെൺകുട്ടി അപ്പോഴും വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുമ്പോൾ അവരോടൊക്കെ പറയും, ഇങ്ങനെ ഇത്തിരി പ്രശ്നമാണ്, എന്നെ ആക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞ് അതൊന്നും കണക്കാക്കണ്ട, എന്തായാലും നിൽക്കുക, കല്യാണം കഴിഞ്ഞു പോയില്ലേ, അതൊക്കെ മാറിക്കോളും എന്നുള്ള രീതിയിൽ അവരും വളരെ കാര്യമായിട്ട് അവർ കുറച്ച് നിറം കുറഞ്ഞതാണെങ്കിൽ പോലും മനസ്സ് റൊസാപ്പൂ പോലെ നല്ല വൃത്തിയും നല്ല ശുദ്ധിയുള്ള ആൾക്കാരായിരുന്നു. അവർ എല്ലാം ക്ഷമിച്ചും സഹിച്ചും അവിടെ അങ്ങനെ തുറന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇവർ ക്ഷമിക്കുന്ന അനുസരിച്ച് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ മാനസിക പീഡനങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നു. പിന്നീട് മനസ്സിലായത്, ഏതെങ്കിലും വിധത്തിൽ അവർ തന്നെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ ഈ ഒരുപാട് സ്ത്രീധനം കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ പെൺകുട്ടി തന്നെ ഇതിന് മുൻകടി, എനിക്കിന്നെ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മുൻകൈയെടുത്ത് ഇറങ്ങിയാൽ അത്രയൊന്നും കൊടുക്കണ്ടല്ലോ, ഇതായിരുന്നു ധാരണ. അപ്പോൾ പണം വിട്ടുകൊടുക്കാനും വയ്യ, എന്നാൽ ഈ പെൺകുട്ടിയോട് വേണ്ട. അതിൻ്റെ പേരിൽ ഇവരിങ്ങനെ മാനസികമായിട്ട് ഈ പെൺകുട്ടി ഒരുപാട് പീഡിപ്പിച്ചു. അപ്പോഴൊക്കെ ഈ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വരുമ്പോൾ പറയുന്നുണ്ട്, അവരൊക്കെ ക്ഷമിച്ച് നിൽക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് അവർ തന്നെ ഈ വീട്ടുകാരോട് തുറന്ന് പലതും ചോദിച്ചു. അപ്പം ഈ പെൺകുട്ടിയുടെ അമ്മാവന്, അതായത് ഈ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ ആ പുരുഷന് സ്ഥാനമൊന്നുമില്ല. ശരിക്കും അയാളാണ് അവിടുത്തെ ഭാര്യ, ആ സ്ത്രീയാണ് ഭർത്താവ്. അപ്പം പിന്നെ മനസ്സിലായല്ലോ കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയായിരിക്കും എന്നാണ്. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ആ സ്ത്രീയാണ് എല്ലാം മുൻപിൽ നിന്ന് സംസാരിക്കുന്നത്. അവർ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് വലിയ കാര്യമാണ് മോളോടെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഈ മാനസിക പീഡനങ്ങൾ പലതും ഇങ്ങനെ ഈ പെൺകുട്ടി സഹിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയെങ്കിലും ഈ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടാൽ മതി എന്നുള്ള ഒരു നിലപാടിൽ അവർ ഉറച്ചു നിന്ന് ഇതുപോലൊക്കെ ചെയ്തെങ്കിലും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഒരു സമീപനം
കുഴപ്പമില്ല, എന്താ സഹിച്ചു നിന്നോ, അവൻ ലീവിന് വരട്ടെ, നമുക്കെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി പോകാതെ നിന്നോ. അങ്ങനെ പോകാതെ നിന്നപ്പോഴത്തേക്ക് ഈ അമ്മാവിക്കും മരുമകൾക്കും മനസ്സിലായി ഒരു കാരണവശാൽ ഈ പെൺകുട്ടി പോകില്ല. അപ്പം പിന്നെ എന്ത് മാർഗം? അതിനവർ കണ്ടുപിടിച്ചൊരു വളരെ മോശമായൊരു മാർഗമായിരുന്നു. അപ്പം ഈ സ്ത്രീയുടെ സഹോദരൻ, അയാൾ വല്ലപ്പോഴൊക്കെ ഈ വീട്ടിൽ വരും. അയാൾ ഒരു മന്ത്രവാദിയാണ്. മന്ത്രവാദി വെച്ചാൽ അയാൾക്ക് വീട്ടിൽ തന്നെ ഒരു വെച്ച ആരാധനയും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ആൾക്കാർ അങ്ങേര് അവിടെ കാണാൻ വരുന്നുണ്ട്. പിന്നെ തൊട്ടടുത്തൊരു ക്ഷേത്രത്തിൽ, ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇങ്ങേര് പോയിട്ട് ഈ ദീപാരാധന കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ തുള്ളിയാടി അവിടെ പ്രശ്നങ്ങൾ പറയും. അവിടെ നിന്ന് ഉള്ള പരിഹാര കർമ്മങ്ങളെല്ലാം ഇയാൾ ഈ വീട്ടിൽ കൊണ്ടുവച്ച് ചെയ്യുന്നു. അതിനുവേണ്ടി ഇയാൾ ഒരു മുറി, പുറത്തൊരു മുറി കെട്ടി ചുവന്ന പട്ടുമൊക്കെ അകത്ത് കെട്ടി എന്തൊക്കെയോ വെച്ച് ഒരു വല്ലാത്തൊരു വിധത്തിൽ ചെയ്യുന്നുണ്ട്. അവിടെ 2-3 ശിഷ്യന്മാരും ഒക്കെ ഉണ്ട്. ഒരു ക്ഷേത്രം പോലെയാണ് കയറുക. ഇയാൾ കൂടെ ഇവിടെ വരും. അപ്പം ഈ സഹോദരനും സഹോദരൻ, അതായത് ഈ പെൺകുട്ടിയുടെ അമ്മാവിയും ഇയാളുമായിട്ട് ഒരു മാനസികമായിട്ട് നല്ല ബന്ധം, സഹോദര സ്ഥാനം. അപ്പം സ്വന്തം സഹോദരനാണോ എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായാലും ഒരു ദിവസം ഈ സ്ത്രീ ഈ പെൺകുട്ടിയോട് പറയണം, മരുമകളടുത്ത് പറഞ്ഞു, നമുക്ക് അവൻ്റെ അമ്പലം വരെ ഒന്ന് പോകാം, എനിക്ക് പോയി തൊഴാനുണ്ട്, നീയും കൂടെ വാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കൊണ്ടുപോകണം. ഈ പെൺകുട്ടിക്ക് ഒരു സംശയം തോന്നുന്നില്ല. നേരെ ക്ഷേത്രത്തിൽ ചെന്നത് ഒരു വൈകുന്നേരമാണ്. വൈകുന്നേരം അവിടെ ചെന്നപ്പോഴത്തേക്കുണ്ട്, ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ഇയാളുടെ 2-3 ശിഷ്യന്മാരും ഒക്കെ ഉണ്ട്. അപ്പം ഇയാളവിടെ കാണാനില്ല. ഈ പെൺകുട്ടി ഒന്നും. അപ്പോൾ ഈ അമ്മാവി പോയി തൊഴുതൊക്കെ കുമ്പിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന അതുപോലെ ഈ പെൺകുട്ടിയും ചെയ്യുന്നുണ്ട്. ഈ സഹോദരിയും കൂടെ ഉണ്ട്. അങ്ങനെ നിന്നപ്പോൾ ഇയാളെ നേരെ വന്ന് ഈ പെൺകുട്ടിയെ ഒന്ന് നോക്കിയിട്ട് ഇയാളൊന്നും പറയാൻ നേരെ ക്ഷേത്രത്തിനകത്തേക്ക് കയറി. ക്ഷേത്രം ഈ മുറിക്കകത്തേക്ക് കയറി പോയി. അതിൻ്റെ മുന്നിൽ ഒരു നല്ല മുറ്റമുണ്ട്. അവിടെയാണ് ഈ പെൺകുട്ടിയും ബാക്കിയുള്ളവർ നിൽക്കുന്നത്. ശിഷ്യന്മാരവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം അകത്തേക്ക് കയറി പോയി കഴിഞ്ഞ ഉടനെ ഈ ശിഷ്യന്മാർ 2 പേര് ഒരു ഭാഗത്തേക്ക് പോയി ഒരു കോഴിയെ കൊണ്ട് തിരിച്ചു വന്നു. ഈ കോഴിയെ കൊണ്ടുവന്നിട്ട് ഈ പെൺകുട്ടി, ഇപ്പം ഞാൻ ഇരിക്കുമ്പോൾ പെൺകുട്ടി നിൽക്കുകയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ മുൻപിലായിട്ട്, അത് പെൺകുട്ടി ക്ഷേത്രത്തിൽ ഇയാളെ കയറിപ്പോയ ആ മുറിക്കകത്ത്, അതൊരു ക്ഷേത്രമെന്ന് ഞാൻ പറയുന്നത് ക്ഷേത്രമൊന്നും അല്ല, ഒരു മുറി മനസ്സിലാക്കാൻ വേണ്ടി ഈ ക്ഷേത്രത്തിനകത്ത് ഇയാളെ കയറിപ്പോയി. ആ കയറിപ്പോയ ഭാഗത്തേക്ക് നോക്കി പെൺകുട്ടി ഇങ്ങനെ തൊഴുതു നിൽക്കുകയാണ്. അപ്പം ഈ പെൺകുട്ടിയുടെ മുന്നിൽ ഈ 2 ശിഷ്യന്മാരും കൊണ്ട് ഒരു കോഴിയെ കൊണ്ടുവന്നിട്ട് ഒരാൾ കോഴി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പം പിടിച്ചിരിക്കുന്നു. ഈ കോഴിയുടെ കഴുത്ത് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പം മറുഭാഗത്ത് നിന്ന് ശിഷ്യൻ ഇതിൻ്റെ കഴുത്തിനെ പിടിച്ചിട്ട് ഒരാളിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കഴുത്ത് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഒരാൾ പെൺകുട്ടി ഞാൻ നിൽക്കുമ്പോൾ നിൽക്കുന്നു, വലതു ഭാഗത്തൊരുത്തൻ നിൽക്കുന്നു, ഇടതു ഭാഗത്തൊരുത്തൻ, 2 പേരും ഈ കോഴിയുടെ കഴുത്തും ശരീരഭാഗവും പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ അകത്ത് മന്ത്രവും പുകയും ഈ ബെല്ലടിയും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി അപ്പോഴും ഒരു പേടി തോന്നിയെന്ന് എന്നോട് പറയും. ഇതൊക്കെ ശേഷമാണ് പിന്നീടാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം ഇയാൾ അകത്തുനിന്ന് ഇങ്ങനെ ചുവന്ന പട്ടു അങ്ങോട്ട് കയറിപ്പോയപ്പം വെള്ള തുണി എന്തായിരുന്നു, അകത്ത് നിന്ന് ഇങ്ങനെ കോസ്റ്റ്യൂമൊക്കെ മാറി ചുവപ്പ് പട്ടും പിന്നെ ഒരു ചുമന്ന ഇതൊക്കെ ഷാളിട്ട് പിന്നെ ഒരു ചുമന്ന തലയിൽ കെട്ടോ എന്തൊക്കെയുണ്ട്, എല്ലാം കൂടെ ചുമപ്പും മുഖവും ഒക്കെ എന്തൊക്കെ വാരി, മുഖത്ത് മഞ്ഞളോ എന്തൊക്കെ വാരി പുരട്ടി വല്ലാത്തൊരു രൂപത്തിൽ കണ്ണും തള്ളി നാക്കും തള്ളി നേരെ പുറത്തേക്ക് വന്നു. പുറത്തോട്ട് വന്നപ്പം ഇയാളുടെ കൈ ഈ പെൺകുട്ടിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കൈ എന്താ പുറകിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. വന്നിട്ട് നേരെ പെൺകുട്ടിയുടെ അടുത്ത് നിന്നപ്പം ഇയാൾ പെൺകുട്ടിയെ നോക്കി നിൽക്കുന്നു, പെൺകുട്ടി ഇയാളെ നോക്കി നിൽക്കുന്നു. ഇതിൻ്റെ മധ്യത്തിലായിട്ട് 2 ഭാഗത്ത് 2 പേര് കോഴിയെ പിടിച്ചിരിക്കുന്നു. ഇയാൾ ഇങ്ങനെ നിന്ന് ഈ പെൺകുട്ടിയുടെ ഇടത് കൈ കൊണ്ട് ഈ പെൺകുട്ടിയുടെ തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് നിനക്ക് പിടിച്ചൊക്കെ തലയൊക്കെ ഇങ്ങനെ കുലുക്കി എന്തൊക്കെയോ ചെയ്തിട്ട് പറയുന്നു, നിന്നിലൊരു പ്രേതമുണ്ട്, നിന്നെ ഒരു പ്രേതം പിടിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിക്കൊന്നും മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് ഇയാൾ ഈ വലത് കൈ പുറകിൽ വെച്ചേക്കാം, ഈ വലത് കൈ എടുത്തതും അതിനകത്തൊരു കറിയ റുപ്പൊത്തി അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു, ഒരു പിച്ചാത്തി എടുത്തതും ഈ കോഴിയുടെ കഴുത്ത് വെട്ടിയതൊന്നും എല്ലാം നിമിഷം കൊണ്ടങ്ങ് കഴിഞ്ഞു. ഈ വെട്ടിയതും ഈ ചോര, ഈ കോഴിയുടെ കഴുത്ത് അറുത്തപ്പോൾ ചോര തെറിച്ചു. ഇതെല്ലാം ഈ പെൺകുട്ടിയുടെ ശരീരത്തും മുഖത്തുമൊക്കെ അങ്ങ് വീണ് കഴിഞ്ഞത് ഈ പെൺകുട്ടി എല്ലാവരെയും വിളിച്ചു. ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ച ഒരു ചിലപ്പോൾ എല്ലാവരും അങ്ങനെ വിളിക്കുക, ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്തൊക്കെ ഇയാൾ അകത്തോട്ട് പോയി ഭീകരരൂപിയായിട്ട് ഇങ്ങനെ പുറത്തു വരുന്നു. എന്നിട്ട് ഈ പെൺകുട്ടിയിലൊരു പ്രേതം കയറി എന്നൊക്കെ പറയുന്നു. സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ പെട്ടെന്ന് വെട്ടി ഇതങ്ങ് പൈപ്പിൽ നിന്ന് ഇറക്കും പോലെ ഈ രക്തമെല്ലാം കൂടെ പെൺകുട്ടിയുടെ മുഖത്ത് തെറിച്ചു കഴിഞ്ഞപ്പോൾ പെൺകുട്ടി അങ്ങ് വിളിച്ച് പൊടിച്ചു. അവിടെ കിടന്ന് പെൺകുട്ടി അങ്ങ് വീണു.
അവിടെ കിടന്ന് വല്ലാത്തൊരു ബഹളം, ഈ ബാധ കൂടിയതുപോലെ എന്തൊക്കെയോ കാണിച്ചിട്ട് കുറേ കഴിഞ്ഞ് അത്രയും ഓർമ്മയുള്ളൂ. പിന്നെ പെൺകുട്ടിക്ക് ഓർമ്മയില്ല. ഓർമ്മ വരുമ്പോൾ ഇയാളുടെ വീട് തൊട്ടടുത്ത് തന്നെ, ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ, ആ വീട്ടിൻ്റെ വരാന്തയിൽ ഒരു പായ എന്തോ വിരിച്ചിട്ട് ഈ പെൺകുട്ടി അവിടെ കൊണ്ട് കിടത്തിയിരിക്കുന്നു. വെള്ളമൊക്കെ തെളിച്ച് എല്ലാവരും കൂടി നിൽക്കുന്നു. ഇങ്ങനെ എല്ലാവരെയും നോക്കി. പിന്നെ അപ്പം ഉള്ളിലറിയാം സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു അവശത, അതായത് ഒരു പെൺകുട്ടി പറഞ്ഞ ഒരു വിരൽ പോലും ചലിപ്പിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു അവശതയിലേക്ക് പെൺകുട്ടി പോയി. അപ്പോൾ ഈ സ്ത്രീകളെല്ലാം 2-3 പേരാണ്, അവരെല്ലാം കൂടി പിടിച്ചൊക്കെ ഇരുത്തി വെള്ളമൊക്കെ തെളിച്ച് കുടിക്കാൻ വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തപ്പോൾ കൈ കൊണ്ട് ഈ വെള്ളം കൊടുത്ത ഗ്ലാസ് വാങ്ങിക്കാൻ പോലും ഈ പെൺകുട്ടിക്ക് പറ്റുന്നില്ല എന്നാണ് അത് പറഞ്ഞത്. ആരൊക്കെയോ ചുണ്ടിട്ടുകൊണ്ട് അടുപ്പിച്ചു കൊടുത്ത് കുടിച്ചു ഒക്കെ, മുഖമെല്ലാം തുടച്ച് കുറച്ച് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷ പിടിച്ചു. അങ്ങനെ വീടെത്തി. ഇത് മാത്രമേ പെൺകുട്ടി നേരെ കട്ടിലിൽ വന്ന് വീണു, ഉറങ്ങിപ്പോയി. പിന്നീട് എപ്പോഴൊക്കെയോ കണ്ണ് തുറക്കുമ്പം ഈ ശരീരത്ത് എന്തോ ഇങ്ങനെ അമർന്ന് നിൽക്കും പോലെ ഈ പെൺകുട്ടിക്ക് തോന്നുകയാണ്. മറ്റാരോ ഈ പെൺകുട്ടിയുടെ ശരീരത്തുണ്ട്. അന്ന് എണീക്കാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു തോന്നുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തി. വീട്ടുകാർ വന്ന് കണ്ടിട്ട് പോയി. ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല, എന്തോ കണ്ട് പേടിച്ചതാണെന്ന് പറയുന്നു. എന്നെ തിരിച്ച് ഈ വീട്ടിൽ തന്നെ കൊണ്ട് നിർത്തിയിട്ട് പോയി. അപ്പോഴത്തേക്ക് ഈ ഇവർ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ അങ്ങ് പെൺകുട്ടിയെ അവളെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ, വയ്യാതിരിക്കുകയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആ പെൺകുട്ടി അച്ഛൻ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അവൾക്ക് കുഴപ്പം, ഇവിടെ വന്നോളെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് അവരെല്ലാം തിരിച്ചു പോയി. അത് കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടിയുടെ സ്വഭാവം പിന്നെ മാറുന്നു. സന്ധ്യാസമയമാകുമ്പോൾ പെണ്ണിനെ ഇങ്ങനെ ഈ പ്രേതം കയറി ആടും പോലെ ആട്ടവും മുടിയൊക്കെ പിരുത്തിടുകയും എനിക്ക് കോഴി വേണമെന്ന് പറയുന്നു. കോഴിയെ കൊടുക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലും മൂർച്ചയുള്ള ആയുധം എടുത്തിട്ട് ഈ അമ്മാവിയെ മരുമോളെ അവിടെ ഇട്ട് മൊത്തം ഓട്ടിക്കും. അവസാനം അടുത്തുള്ളവരെല്ലാം വന്നാണ് പിടിച്ചു മാറ്റുന്നത്. അങ്ങനെ ഒരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പെൺകുട്ടിയുടെ സ്വഭാവം മാറി. അപ്പോഴത്തേക്ക് ഒരു ദിവസം കഴിഞ്ഞ് ഒരു ദിവസം തന്നെ 2-3 അനുഭവമായി കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ചു വരുത്തി. പെൺകുട്ടിയുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞു. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ മൂത്ത മകള് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്, ഓൺലൈൻ ബിസിനസ്സാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുള്ള തുണികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കാണിക്കുന്ന ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം. ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട്. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം. അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക. നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമെൻപിരി മാറിൽ പടരുമല്ലോ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമെൻവിരി മാറിൽ പടരുമല്ലോ. പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയോ മറ്റ് നാട്ടുകാരോ മറ്റാരും വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ അമ്മയും മകളെയും കാണുമ്പോൾ അവൾക്ക് വെട്ടണം എന്ന് വെച്ചാൽ എനിക്ക് ആ രക്തം എനിക്ക് കുടിക്കണം, ആ രക്തം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് പെൺകുട്ടിയുടെ അച്ഛന് മനസ്സിലായി, ഇനി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഇവള് ഈ 2 പീസാക്കും.
കൊണ്ടുപോകാം എന്ന് ചോദിച്ച നേരം അവരവരുടെ വീട്ടിൽ കൊണ്ടുപോകുന്നു. അവരുടെ വീട്ടിൽ അപ്പം അപ്പോഴത്തെ ഈ അമ്മായി പറഞ്ഞു, ഇവിടെ പറ്റത്തില്ല, ഇവിടെ പറ്റൂല, എനിക്ക് ഈ കിടന്നുറങ്ങാൻ നിവൃത്തിയില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, എവിടെ ഞങ്ങളെ കഴുത്തിറക്കും, കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അപ്പം ഈ എന്താണ് പറഞ്ഞത്, ഈ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി പെൺകുട്ടിയെ പറഞ്ഞു വിടണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇവർ പോയി ചെയ്തതാണ്. എന്തായാലും അത് തന്നെ അവിടെ സംഭവിച്ചു. ഇവർ പ്രതീക്ഷിച്ചതിനേക്കാളും ഭംഗിയായും പ്രതീക്ഷിച്ചതിനേക്കാളും വേഗത്തിൽ ഈ പെൺകുട്ടിയിലേക്ക് ഈ ഒരു പവർ കയറി എന്നുള്ളതാണ്. അങ്ങനെ ഇവർ വീട്ടുകാർ നിവർത്തിയില്ല, അവർ കൊണ്ടുപോയില്ലേ പറ്റുള്ളൂ. അപ്പോൾ അയാളും ചിന്തിച്ചു, എന്തെങ്കിലും കറക്കത്തിയിട്ട് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ പോണ്ടേ. നേരെ അവിടെ കൊണ്ടുപോയി അവർ പലവിധ വഴികളും നോക്കുന്നുണ്ട്. ഇത് ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടു, കൂടുന്നു കുറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അവിടെ നിൽക്കുമ്പോഴത്തേക്കും പെൺകുട്ടി പറഞ്ഞു, എനിക്ക് അവിടെ പോകണം. ഈ ഇവരുടെ പേര് പറയുന്നുണ്ട്. പേര് പറഞ്ഞിട്ട് അവളെ രക്തം കുടിക്കണം, അവളുടെ മകളുടെ രക്തം കുടിക്കണം, ഞാനത് കുടിച്ചിട്ടേ ഞാൻ ശാന്തമാക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട മകൾ നാണക്കേടായി. ഇവർക്ക് ഇത്രയും സമ്പത്തും കുറച്ച് നാട്ടിലെ കുറച്ച് അഭിമാനവും അന്തസ്സും ഉള്ളവരാണ്. എല്ലാം കപ്പൽ കയറിയ അവസ്ഥയായി. അങ്ങനെയാണ് ഈ കേസ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നു, എൻ്റെ അടുത്ത് വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും തോറ്റതിന് ശേഷമല്ല എൻ്റെ അടുത്ത് വരുന്നത്. ഇതൊന്നും എൻ്റെ അടുത്ത് നേരിട്ട് വരുന്ന സംഭവം ഈ പറഞ്ഞതൊന്നും അന്ന് പണ്ട് 2005 കാലത്തിലൊക്കെ നടക്കുമ്പോൾ ഇതൊന്നും എൻ്റെ അടുത്ത് നേരിട്ട് വരുന്ന സംഭവങ്ങളൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സ്വാമിമാരെ എനിക്ക് പരിചയമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു സ്വാമിയുണ്ട്. പുള്ളിയെ ആണ് ഇതേ കണക്കുകളൊക്കെ. എങ്ങനെയാണ് പുള്ളിയുടെ അടുത്ത് ഇത്രയും കേസുകൾ ഇത്രയും ദൂരം നിന്ന് വരുന്നു വെച്ചാൽ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വരുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് പോകും. എന്നെയാണ് അതിനെ ചുമതലപ്പെടുത്തി. അത് ഇത് പ്രശ്നങ്ങൾ നോക്കി പറഞ്ഞു കൊടുക്കാൻ എന്തോ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഇത് ഒഴിപ്പിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ്. അതിനാണ് എന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് എനിക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ ചെന്നതിന് ശേഷം പിന്നെ അതിൻ്റെ മൊത്തം കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടാണ് പിന്നെ ഞാനിത് പരിഹരിച്ചു കൊടുക്കുന്നത്. പക്ഷെ അദ്ദേഹം എന്നോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിനൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കേസുകൾ എവിടെ നിന്നറി ഏത് കാട്ടിൽ നടന്നാലും അവസാനം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നു വിടും. അത് കാരണം എനിക്കും ഇതേ കണക്കുള്ള സംഭവങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ഇപ്പം പിന്നെ അങ്ങനെയല്ല. ഇപ്പം എനിക്ക് ദൈവം സഹായിച്ച് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും മിക്ക ആൾക്കാരും അന്വേഷിച്ച് വരുന്നത് തന്നെയാണ്. അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ, വന്നാൽ അത് പരിഹരിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ കേസ് എൻ്റെ അടുത്ത് വന്നു. അവിടെ പോയി. അപ്പോൾ ഇത് ചെന്നപ്പോൾ തന്നെ പെൺകുട്ടിയുടെ അച്ഛൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പെൺകുട്ടി അന്ന് ഒന്നും സംസാരിക്കൊന്നുമില്ല. പോയി ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് ഇതിനെ ഒഴിവാക്കി. കാര്യം ഇതൊരു അപകടകാരിയായിരുന്നു. പൂജാ സമയത്തിനൊക്കെ നമുക്കും എൻ്റെ കൂട്ടത്തിലുള്ള പോറ്റുമാർക്കൊക്കെ ഒരുപാട് നമ്മൾ പേടിച്ചും ശാരീരിക ഉപദ്രവങ്ങളൊക്കെ എൻ്റെ കൂടെയുള്ള പോറ്റുമാർക്ക് ഒരുപാട് പേർക്കുണ്ടായി. നഖം കൊണ്ടൊക്കെ വലിച്ച് കീറി കളഞ്ഞു. അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ഈ കേസിനുണ്ടായി. എന്തായാലും അതിനെ ഞങ്ങൾ പരിഹരിച്ചു. ഞാനത് തുറന്ന് പറയാത്തതിനും ഇത് പരിഹരിക്കുന്നത് പലരും പല രീതിയിലാണ്. ഇപ്പം ഞങ്ങൾ പരിഹരിക്കുന്ന എൻ്റെ ഗുരുവും എൻ്റെ പിതാവും ഒരാളാണ്, ആദ്യ ഗുരു. അതിനുശേഷം ഒരുപാട് എനിക്ക് ഗുരുക്കന്മാരുണ്ട്. അപ്പം എൻ്റെ ആദ്യ ഗുരു അല്ലെങ്കിൽ എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത്, നമ്മളൊരിക്കൽ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇത് ആ കുടുംബത്തിലുള്ള ഒരാൾക്ക് പോലും ശല്യമായി വരരുത്. അതുകൊണ്ട് ഇതിനെ ഒഴിവാക്കിയാൽ പോരാ, ഇത് തിരിച്ച് വീണ്ടും നമ്മളിലേക്ക് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ കൂടി നമ്മൾ ചെയ്യണം. അപ്പം എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ അങ്ങനെയാണ് ചെയ്തു കൊടുക്കാറില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ചിട്ടവട്ടങ്ങളും കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊന്നും ആണ് എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്തത്. അങ്ങനെ ഞാനിത് പോയി പൂർണ്ണമായും ഒഴിവാക്കി കൊടുത്തു. ഒഴിവാക്കിയതിന് ശേഷം ഈ പെൺകുട്ടി നോർമലായതിന് ശേഷമാണ് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ അടുത്ത് വരികയും ആ കുടുംബം എല്ലാവരും എൻ്റെ അടുത്ത് വരികയും അപ്പോഴാണ് ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നത്. അപ്പോൾ ഇത് ഒരു കാര്യം മനസ്സിലായി, ഈ പെൺകുട്ടിയുടെ ശരീരത്ത് അതൊരു ദുരാത്മാവായിരുന്നു. ദുരാത്മാവെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചില മന്ത്രവാദികൾ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കളെ അവർ സ്വീകരിച്ച് ഒരു ഇരിപ്പിടം കൊടുത്ത് അവർ ഈ കോഴിയെ കറുത്ത് ഒഴിച്ചു കൊടുത്ത് ഇതിനിങ്ങനെ പവർഫുള്ളാക്കി അടിമയാക്കി നിർത്തുന്നു എന്ന് പറയാം. എന്നിട്ട് ഇതുപോലുള്ള ആരെങ്കിലും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആ നാളും പേരും വെച്ചിട്ട് അവർ പറഞ്ഞു വിടുന്നു. നമ്മളപ്പോൾ ഈ പറഞ്ഞപ്പോൾ കഴിഞ്ഞു, പക്ഷെ അത് നടക്കും എന്നുള്ളതാണ്. നടക്കും. ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. കാര്യം നമ്മളിവിടെ നമ്മുടെ മൊബൈലിൽ നിന്നൊരു നമ്പർ കുത്തുമ്പോൾ ഇംഗ്ലണ്ടിൽ ഇരിക്കുന്നവന് ഈ കോള് കിട്ടുന്ന ഒരു സംവിധാനം ഇന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. അയാളത് ചെയ്തു. അങ്ങനെ ഉള്ള ഒരുപാട് ദുരാത്മാക്കളെ ഇതിനൊക്കെ വെച്ച് ആചരിച്ചിരുന്ന ഒരു ദുർമന്ത്രവാദിയായിരുന്നു. അങ്ങനെ ഏതോ ഒരു ദുരാത്മാവിനെ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് ഈ കോഴി അറുക്ക വഴി കയറ്റിവിട്ടു. ഭയപ്പെട്ടപ്പോഴാണ് ഇത് കയറിയത്. അങ്ങനെ അപ്പോൾ ഇതിനെന്തായാലും തിരിച്ചെന്നല്ല, അത് നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കി വിട്ടു. അപ്പം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ പോകുന്ന ഇങ്ങനെ എന്തെങ്കിലും ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നവർ മനസ്സിലാക്കിക്കൊള്ളൂ.
അപ്പം ഇങ്ങനെ ഒരു ഒരു അന്തരീക്ഷത്തിൽ ഒരുപാട് ദുരാത്മാക്കളുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ ഇവരിങ്ങനെ ഇവരുടെ ഈ ഗുണ്ടാ സങ്കേതത്തിൽ റെഡിയാക്കി നിർത്തേക്കും വരുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നു. പക്ഷെ ഈ പോകുന്നത് അപ്പം എൻ്റെ അടുത്ത് വന്നു. അപ്പം എൻ്റെ അടുത്ത് വന്ന് എന്നെ തകർത്തതിന് ശേഷമാണെങ്കിലും അതിന് മുന്നേ ആരെങ്കിലും ഇതുപോലെ ഒഴിവാക്കിയാലും ഇത് തിരിച്ചു പോകും, പോയേ പറ്റും, ഇത് നശിക്കില്ല, ഇത് തിരിച്ചു പോകും. എല്ലാം അങ്ങനെയല്ല, ഈ കേസിൽ അങ്ങനെയായിരുന്നു. ഈ തിരിച്ചു പോയെന്നത് ആദ്യം ഈ ചെയ്ത് വിട്ട മന്ത്രവാദിയുടെ അടുത്തായിരിക്കും പോകുന്നത്. അപ്പം ഈ ചില വിദഗ്ധന്മാരായിട്ടുള്ള മന്ത്രവാദികളുണ്ട്, അവർ പറഞ്ഞു വിടുമ്പോൾ തന്നെ വിലക്കും. തിരിച്ചു വരുന്ന സമയത്തിനോ ഇതിനിടയ്ക്ക് തിരിച്ചു വരേണ്ടി വന്നല്ലോ, നീ ഇവിടെ വരരുത്, ഇവിടെ നിനക്ക് പ്രവേശനമില്ല, അത് വിലക്കെന്ന് പറയും, വിലക്ക് വെച്ചു വിടും. പിന്നീട് രണ്ടാമത് ഇവന് പോകാൻ പറ്റുന്ന ചെയ്യിപ്പിച്ചവൻ. അപ്പം ഇവിടെ ചെയ്യിപ്പിച്ചതാരാണ്? ഈ ക്ലവിയാണ്, ഈ അമ്മാവിയാണ്. അപ്പം ആദ്യം അവൻ ഈ മന്ത്രവാദിയുടെ അടുത്ത് തന്നെ പോവും, പിന്നീട് ഈ കളവിയുടെ അടുത്തേ പോകാൻ സാധ്യതയുള്ള. അത് എവിടെ വേണോ പൊയ്ക്കോട്ടെ, ഇന്നടത്ത് പൊയ്ക്കോ എന്നും പറഞ്ഞ് ഞാൻ അഡ്രസ്സ് മൊബൈൽ നമ്പർ ഒന്നും കൊടുത്തിട്ടല്ല. ഈ ശരീരത്തിൽ നിന്നും ഇതിനെ നമ്മൾ ഓടിക്കുന്നു. തിരിച്ച് ഇവിടേക്ക് വരാതിരിക്കാനുള്ള വിലക്കും ഞാൻ വെച്ചിട്ട് വന്നു. പിന്നെ ഇതെവിടെ പോയി എന്നൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ അന്വേഷിച്ചില്ലെങ്കിലും അറിയാം, ഇത് രണ്ട് ഭാഗത്തേക്ക്, ഇത് രണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് പോകും, അതിന് സംശയമൊന്നും വേണ്ട. അപ്പം ആ മന്ത്രവാദി ഇതിനെ വിലക്കാനുള്ള തന്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. ഇത് കഴിഞ്ഞൊരു 5-6 മാസം കഴിഞ്ഞെന്ന് തോന്നുന്നു. വന്ന് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വരികയാണ്. അയാളുടെ കൂടെ വേറെ ആളൊക്കെ എന്തോ ഉണ്ടായിരുന്നു. വന്നിട്ട് പറയാണ്, ഒരു 5-6 മാസത്തിന് മുമ്പ് സാറ് ചെയ്തു കൊടുത്ത ഒരു കേസ് അത് എൻ്റെ ഭാര്യയായിരുന്നു. ഇങ്ങനെ ലക്ഷണമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ശരി, ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഒട്ടും വയ്യ. അമ്മ ഇപ്പം ഇതേ കണക്ക് അവൾ കാണിച്ചതുപോലെ രക്തം വേണം. അത് ഡൈവോഴ്സായോ ഇല്ലെന്ന് ഓർമ്മയില്ല. എനിക്ക് രക്തം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ബഹളം ഉണ്ടാക്കുന്നു. നിവൃത്തിയില്ല, ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഈ കേസ് മനസ്സിലായി. ഞാൻ പറഞ്ഞത് ഞാനത് ആ പെൺകുട്ടിയെ പോയി അത് ഒഴിവാക്കി കൊടുത്തു. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും പരിഹരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. കാര്യം അത് ചെയ്തു വിട്ട ആളിനെ തന്നെ നിങ്ങളെ കൊണ്ടുവരണം. അപ്പം എനിക്ക് ഈ കേസായിട്ട് അറിയാമല്ലോ, നല്ല ഓർമ്മ ഉണ്ടായിരുന്നു അന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അമ്മാവനാണ് അത് ചെയ്തു വിട്ടത്. അപ്പം അമ്മാവനെ കൊണ്ടുവന്നിട്ട് വേണം അതിനെ നിങ്ങൾ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകും. നിങ്ങളുടെ അമ്മാവൻ്റെ അടുത്താണ് പോകേണ്ടിയിരുന്നത്. പക്ഷെ നിങ്ങളുടെ അമ്മാവൻ്റെ അടുത്ത് പോകാത്ത സ്ഥിതിക്ക് അത് ചെയ്യിപ്പിച്ച നിങ്ങളുടെ അമ്മയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് വന്നത്. അമ്മാവനെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മാവൻ 3 മാസം മുമ്പ് അമ്മാവ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി, അയാൾക്ക് ഇതിനെ എതിർക്കാനുള്ള തന്ത്രമൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇതിനെ ഉണ്ടാക്കി വിടാനേ അറിയാവുള്ളൂ. തിരിച്ച് വന്നാൽ എങ്ങനെ പ്രതിരോധിക്കണമെന്നും അറിയില്ല. അപ്പോൾ ഇത് പോയിട്ട് ആദ്യം അങ്ങേർക്ക് തന്നെ പണി കൊടുത്തു, പിന്നീട് ഈ അമ്മാവിയുടെ ശരീരത്തേക്ക് പ്രവേശിച്ചു എന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഇമാതിരി കർമ്മങ്ങൾക്ക് ഞാൻ വരില്ല. കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം അനുഭവിക്കാൻ നിങ്ങളുടെ അമ്മ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ വേണ്ടി ചെയ്തതാണ്. അതൊരു പാപമാണ്. അങ്ങനെ ചെയ്തത് കൊണ്ട് അതിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഈ ശിക്ഷ കൊടുത്തത് ഞാനോ നമ്മുടെ കോടതിയോ അല്ല, ദൈവം എന്ന കോടതിയിൽ നിന്നാണ് അവർക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നത്. ആ ഒരു കോടതിയെ നമ്മുടെ നാട്ടിലുള്ള നിലനിൽക്കുന്ന കോടതിയെ പോലും നമുക്ക് എതിർക്കാൻ പറ്റില്ല. എതിർത്താൽ നമുക്കായിരിക്കും അതിൻ്റെ അടുത്ത പണി വരുന്നത്. അപ്പോൾ പിന്നെ ദൈവം എന്ന കോടതിയിൽ നമ്മൾ എതിർക്കാൻ പോയ എന്തായിരിക്കും? എനിക്കും കുടുംബം ഉള്ളതാണ്. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഇടപെടാറില്ല. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തും. ഞാനായിട്ട് ചെയ്തില്ല. കാരണം നിങ്ങളുടെ അമ്മാവനും നിങ്ങളുടെ അമ്മയും തെറ്റ് ചെയ്തവരാണ്. ഒരാൾക്ക് ദൈവം അതിനുള്ള ശിക്ഷ കൊടുത്തു, രണ്ടാമത്തെ ആൾക്ക് ആ ശിക്ഷ ദൈവം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഇടയ്ക്ക് വന്ന് ദൈവത്തിനേക്കാളും വലിയ ആളായി ആ ശിക്ഷയെ ഇളവുണ്ടാക്കി കൊടുക്കാൻ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ വരികയില്ല എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം പറഞ്ഞു. പക്ഷെ എന്നെ ഒരുപാട് നിർബന്ധിച്ചു കരയൊക്കെ ചെയ്തു. ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു മകൻ കരയുകയാണ്. പക്ഷേ ഇവൻ്റെ ഉൾപ്പെടെ ഒരു സമ്മതം കൊണ്ടാണ് സ്വന്തം ഭാര്യയെ ദ്രോഹിച്ചപ്പോൾ പോലും അവൻ മിണ്ടാത്തത്. അതൊക്കെ പിന്നീട് പുറത്തായി എന്നുള്ള കാര്യമാണ്. ഒരു ഡൈവോഴ്സ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ നിർബന്ധപൂർവ്വം ഞാൻ അവനെ പറഞ്ഞു വിട്ടു. എനിക്ക് പറ്റില്ല എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇതുപോലുള്ള കേസുകളൊക്കെ ഏറ്റെടുത്താൽ ഇതിനു മുമ്പേ ഒന്നുകിൽ ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും മാരകമായ രോഗം വന്നോ അപകടത്തിൽപ്പെട്ട. ഞാനാണെങ്കിൽ എപ്പോഴും യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്, എപ്പോഴും യാത്രയാണ്, മിക്കവാറും സമയങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നൊക്കെ അത്ഭുതകരമായിട്ട് ഞാൻ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി വിട്ടു. അവനവൻ്റെ വഴി നോക്കിപ്പോയി. അപ്പോൾ അത് പിന്നീടത് മാറ്റിയൊന്നും ഞാൻ അന്വേഷിക്കാനൊന്നും പോയില്ല.
ഇതൊക്കെ വർഷങ്ങളായിട്ട് നടന്നതാണ്. ഇത് 2004 2005 ഇതുപോലത്തെ സംഭവങ്ങൾ, അതായത് ഈ സ്വാമിയായിട്ടുള്ളൊരു ബന്ധം 2008 വരെയൊക്കെ എനിക്ക് 9 വരെയൊക്കെ ബന്ധം ഉണ്ടായിരുന്നു. വർഷം ഒരുപാടായില്ലേ. അതുപോലെ നമുക്കൊക്കെ പ്രായമേറി വരികയല്ലേ, നമ്മുടെയൊക്കെ ഓർമ്മശക്തിയൊക്കെ വളരെ താഴേക്ക് പോകുന്നു. അപ്പം അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഒരു എന്താണ്, ഒരു വ്യക്തമായിട്ടൊന്നും സംഭവം ഇതാണ്. പക്ഷെ നടന്നിട്ടുള്ള ഓരോ സംഭാഷണങ്ങളൊന്നും ഞാൻ പറഞ്ഞതൊന്നും അല്ല. അവർ പറഞ്ഞതിനെ ഇന്ന് എനിക്ക് മനസ്സിൽ വരുന്നതൊക്കെ ഞാൻ പറയണം. പക്ഷെ എൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള സംഭവം ഇതാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മളാരും ഒരാളെയും ദ്രോഹിക്കാൻ പോകരുത്. പോയാൽ നമുക്ക് തന്നെ തിരിച്ച് പണി കിട്ടും. ഈ പ്രേതങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൂടോത്രം ചെയ്യാൻ പോകുന്നു, ശത്രുദോഷം, ഇതെല്ലാം ഇതുപോലുള്ള ദുരാത്മാക്കളെ അവർ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അതിനെയൊക്കെ നമുക്ക് ഇങ്ങനെ ഹോൾസെയിലായിട്ട് നമുക്ക് തരികയാണ്. നമ്മളിതിനെ കൊണ്ട് ചെന്ന് അവർ നടന്നു പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ അവർ കുടിക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇതേ കണക്കുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാക്കി കയറ്റി വിട്ടാൽ ഇത് എന്നായാലും നമുക്ക് തന്നെ പണിയായിട്ട് വരും എന്നുള്ളതാണ്. നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നത്? ഇവിടെ സംഭവിച്ച കാര്യം അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സമ്പത്തിന് വേണ്ടിയിട്ട് അവർ പെൺകുട്ടി കല്യാണം കഴിച്ചു കൊണ്ടുവന്നും കുറച്ച് സമ്പത്തൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയെ ഈ വിധത്തിൽ ഉപദ്രവിക്കുന്നു. അത് പിരിഞ്ഞു പോകാത്തത് കൊണ്ട് വീണ്ടും വലിയൊരു ദുരന്തം ആ പെൺകുട്ടിക്ക് സമ്മാനിക്കാൻ ഇവർ തയ്യാറാകുന്നു. അത് ചെയ്തു കൊടുത്തവനും ചെയ്യിപ്പിച്ചവരും അനുഭവിച്ച് തീർത്ത ഒരു സംഭവ കഥയാണ് ഞാനീ പറഞ്ഞത്. പ്രേതങ്ങളെന്ന് പറഞ്ഞാലും അത് നമ്മളിലേക്ക് വന്ന് കാണിക്കുന്ന പ്രകടനങ്ങൾ നമ്മളൊരിക്കലും ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളും ഒരിക്കലും പ്രേതമൊന്നും ചെയ്യില്ല. അതായത് നമ്മൾ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ അത് ചെയ്യാറുള്ളൂ. എന്തായാലും ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസ് ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലെ എന്തെങ്കിലും സർപ്പദോഷങ്ങൾ, പ്രേതബാധ ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതങ്ങനെ വിളിക്കുകയാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാനല്ലെങ്കിൽ എൻ്റെ മകൻ, ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ വരുള്ളൂ. നേരിട്ട് വന്ന് കണ്ട് പൂർണ്ണമായും അത് ഞങ്ങൾ മാറ്റിത്തരികയും ചെയ്യാം. അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ വരുന്നവർ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.